ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. 2025 കഴിഞ്ഞ അടുത്ത വർഷത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല. ഏതൊരു വലിയ വീടാകട്ടെ, കാറാവട്ടെ, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെയാണ്. ഈ ഒരു ആരോഗ്യമുള്ള ശരീരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നാം ഇന്നത്തെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അതൊരു ഏതൊരു രീതിയിലാണെങ്കിലും ആരോഗ്യമുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ആ കഴിക്കുന്ന ഭക്ഷണം സമയത്തിന് കറക്റ്റ് ടൈമിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 45 മിനിറ്റേലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ, ജോഗിങ്, എക്സസൈസ്, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിൽ എല്ലാ ദിവസത്തിലും ഒരു 45 മിനിറ്റേലും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ദെൻ മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 2-3 ലിറ്റർ വെള്ളം കുടിക്കൽ പതിവാക്കേണ്ടതുണ്ട്. 30 മിനിറ്റേലും നമ്മൾ ഡെയിലി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് രാവിലത്തെ കുറച്ച് ടൈമിലുള്ള വെയിലായാലും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലുള്ള ചെറിയ വെയിലുകളും നമ്മൾ ഒരു 10-20 മിനിറ്റേലും കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം എന്തെന്നാൽ ഒരു 8-9 മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ പറ്റുകയാണെങ്കിൽ ആ ഒരു രാവിലെയും ടൈം എടുത്തിട്ട് ആ ഒരു 8-9 മണിക്കൂർ ഡെയിലി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിനെ കുറിച്ച് സംശയിച്ച് നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഫിസിക്കലായിട്ടാണേലും മെന്റലി ആയിട്ടുള്ള അസുഖങ്ങളാവട്ടെ, എന്താണേലും നമ്മൾ ഒരു കാര്യവും മടിച്ചു നിൽക്കാതെ സംശയിക്കാതെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.